ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയായിട്ടുള്ള രണ്ടാം ഭാഗമാണ് ഈ വീഡിയോ. കഴിഞ്ഞ ഭാഗം കണ്ടവർക്കൊക്കെ മനസ്സിലാവും, നമ്മളൊരു മലയുടെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ആ ട്രെക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ഉള്ള രണ്ടാമത്തെ ഭാഗം എന്ന രീതിയിൽ ഞാൻ കഴിഞ്ഞ ഭാഗത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇച്ചിരി പ്രയാസമേറിയ ട്രെക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ആ കയറ്റത്തിൻ്റെ ആ ഭീകരത അല്ലെങ്കിൽ ആ കയറ്റത്തിൻ്റെ പ്രയാസം എല്ലാവരെയും ഒന്ന് കാണിക്കുക എന്നൊക്കെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഈ മലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഉണങ്ങി വരണ്ട് കിടക്കുകയാണ്. കാട്ടുതീ വന്നിട്ട് ഒരുമാതിരിപ്പെട്ട നിന്ന പുല്ലുകളെല്ലാം കരിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് കണ്ട് അതായത് ആ മലയുടെ എല്ലാ ഭാഗങ്ങളും കണ്ട് നമുക്ക് മുകളിലേക്ക് കയറാൻ കഴിയുന്ന ഒരു മനോഹരമായൊരു ട്രെക്കിംഗ് ഹില്ലാണ് ഇത്. അതായത് ഈ മലയ്ക്ക് 6000 അടി ഉയരമുണ്ട്. 6000 അടി ഉയരം എന്ന് പറയുമ്പോൾ 2 കിലോമീറ്ററിനടുത്ത്, അതായത് 2 കിലോമീറ്ററിന് ഏകദേശം 150 മീറ്ററിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത്രയും ദൂരേക്കാണ് നമ്മൾ ഈ മല ട്രക്ക് ചെയ്ത് കയറുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഭീകരമായ ട്രക്കിങ്ങിന് പല ഭാഗങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ആദ്യം വന്ന വഴി ഭയങ്കര ഡേഞ്ചർ ആയതുകൊണ്ട് നമ്മൾ അവിടുന്ന് ക്രോസ് ചെയ്യാടി എല്ലാവരും പോകുന്ന ഒരു ട്രക്കിംഗ് പാത്തിലേക്ക് വന്നു. പിന്നെ നല്ല ആരോഗ്യമൊക്കെ ഉള്ളവർക്കും കുഴപ്പമൊന്നുമില്ലാത്തവർക്കും ഒരു അരമണിക്കൂർ 40 മിനിറ്റോട് കൊണ്ട് ഈസി ആയിട്ട് ട്രക്ക് ചെയ്ത് മേളിൽ കയറാൻ കഴിയും. അല്ലാത്ത ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ട്രക്ക് ചെയ്യാൻ ഒക്കെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇച്ചിരി താമസിച്ചായാലും വളരെ സാവകാശമായാലും കയറി പോകാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. പിന്നെ നമുക്ക് ഈ മലയുടെ മുകളിലേക്ക് കയറുന്നത് കൊണ്ട് തന്നെ വെള്ളം കരുതണം. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ട്രക്കിങ്ങിന് പറ്റിയ ഒരു ഷൂ കരുതണം. പിന്നെ ആവേശം ഒട്ടും ഉണ്ടാവാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വളരെ സാവകാശം മല ആസ്വദിച്ച് കയറുക എന്നുള്ളതാണ് ഈ മലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇല്ലിക്കല്ലിൻ്റെ ബാക്ക് സൈഡ് എൻ്റെ മലകയറ്റം ക്രോസ് ഹില്ലിലേക്കുള്ള മലകയറ്റമാണിത്. അവിടെ മേളിലൊരു കുരിശുണ്ട്, ആ കുരിശുമലയാണിത്. ആ കുരിശുമലയിലേക്കുള്ള കയറ്റമാണിത്. ഇതിൽ പോയി കഴിഞ്ഞാൽ ഈ മല കയറി മേളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഇല്ലിക്കല്ലിൻ്റെ ആ പൊട്ടിയ പാറയിലേക്കൊക്കെ നേരിട്ട് തൊട്ടടുത്ത് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതിലേക്ക് പോകുന്ന ഒരു സാഹചര്യം പണ്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു ആൾക്കാർ. ഇപ്പം അതിനുള്ള അനുവാദമൊന്നും ഇല്ല, കാരണം അപകടമാണ്. പിന്നെ താഴെ ഒരു ഗേറ്റൊക്കെ പണിതിട്ടുണ്ട് നമ്മൾ വരുന്ന വഴിക്ക്. അപ്പോൾ ഇനിയിപ്പോൾ പാസ് വെച്ച് നിയന്ത്രിച്ച് മാത്രമേ ആൾക്കാരെ കയറ്റുകയുള്ളൂ എന്ന് വിചാരിക്കാം ഭാവിയിൽ. അപ്പം ഇച്ചിരൂടെ ഒരു സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ ഇല്ലിക്കല്ലിൻ്റെ മെയിൻ വ്യൂ പോയിൻറ്റിലേക്ക് പോകുന്ന പോലെ ജീപ്പിലൊന്നും കയറി പോകുന്ന ഒരു സാഹചര്യമൊന്നും ഉണ്ടാവില്ല. അപ്പം എത്രയും മനോഹരവും എത്രയും ഡേഞ്ചറുമായിട്ടുള്ള ഒരു ട്രക്കിംഗ് സ്പോട്ട് നമ്മുടെ നാട്ടിലുണ്ട് എന്ന് അറിയാത്തവർക്കായിട്ട് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നു. അത്യാവശ്യം ഒരിച്ചിരി ആരോഗ്യവും അല്പം കയറ്റം കയറാനും കുന്നു കയറാനും ഒക്കെ ഉള്ളൊരു സാഹസികതയും മനസ്സിലുള്ളവർക്കൊക്കെ പരീക്ഷിക്കാവുന്ന ഒരു ട്രക്കിംഗ് സംഭവം തന്നെയാണ് ഈ മല എന്നുള്ളത്. പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ പുറമേ കാണുമ്പം പുറമേ നമ്മൾ വെളിയിൽ നിന്ന് കാണുന്നത് പോലെയോ അല്ലെങ്കിൽ ആരുടെയും ഒരു റീൽസ് കാണുന്നത് പോലെയോ അല്ല ഒരു മല കയറുന്നത്. അതിൻ്റെ ആ ഏറ്റവും പ്രയാസമുള്ള ആ ട്രക്കിങ്ങിൻ്റെ ഭാഗങ്ങളെല്ലാം നമ്മൾ വീഡിയോയിൽ എടുത്തിട്ട് ഇടുകയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ നമ്മുടെ അമ്പിളിക്കുട്ടനാണ് നമ്മുടെ കൂടെ മുന്നേ പോകുന്നത്. എൻ്റെ ബാഗൊക്കെ പുള്ളിക്കാരനാണ് പിടിച്ചിരിക്കുന്നത്, എനിക്ക് കയറിപ്പോകാൻ ഇത്തിരിയുടെ എളുപ്പത്തിന് വേണ്ടി. അപ്പം ക്യാമറയും ബാഗും വെള്ളവും എല്ലാം കൂടെ നമുക്ക് ഈ മലകയറ്റത്തിന് പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹമാണത് പിടിച്ചുകൊണ്ട് മുന്നേ പോകുന്നത്. നമുക്ക് എന്താവും എങ്ങനെയാവും എന്നൊക്കെ നമുക്ക് നോക്കാം. നിങ്ങളെ ഞാൻ ഈ മലകയറ്റത്തിലേക്ക് ക്ഷണിക്കുകയാണ്. കൂടെ വായോ. നമ്മുടെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യണം, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പിന്നെ വീഡിയോയ്ക്ക് ഹൈപ്പ് കൊടുക്കാൻ ആരും മറക്കല്ലേ. കമൻറ്റ് ബോക്സിൻ്റെ അതിൻ്റെ അവിടെ തന്നെയാണ് ഹൈപ്പ് ഓപ്ഷൻ ഉള്ളത്. ഹൈപ്പ് ഓപ്ഷൻ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. വീഡിയോ കണ്ട് കമൻറ്റ് ഇടുന്നവരെല്ലാം ഹൈപ്പ് കൊടുക്കണം. അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ഈ ക്രോസ് ഹില്ല് ഇല്ലിക്കൽ കല്ല് ക്രോസ് ഹില്ലിലേക്കുള്ള ഈ ട്രക്കിങ്ങിൽ സ്വാഗതം. പോവാം.
ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകണം അല്ലേ? ആ കുത്തനെയുള്ള കയറ്റം ഒഴിവാക്കാൻ വേണ്ടി ആയിരിക്കും വളഞ്ഞു വളഞ്ഞു പോയി. അങ്ങനെയൊന്നുമില്ല. ആ സ്ട്രീമിംഗ് അല്ല, എല്ലാം ഉണ്ട്, അതൊന്നും കുഴപ്പമൊന്നുമില്ല. വൈറലാണ്. എന്നുവെച്ചാൽ നിങ്ങൾ എഡിറ്റ് ചെയ്യൊന്നും വേണ്ട, നിങ്ങൾ സംസാരിച്ചു, ഞാൻ എഡിറ്റ് ചെയ്തോളാം. നിങ്ങളുടെ സന്തോഷമൊന്നും ഇല്ലായ്മ വേണ്ട, നിങ്ങൾ എന്ത് വേണേൽ പറയും, കടുത്ത വരുമ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തോളാം. ഈ വഴി കൂടെ കയറാ. അതാ കയറിട്ടേ പറ്റും. ചോദിക്കുന്നത് ബുദ്ധിമുട്ടാന്നറിയാം, വെള്ളം കൂടെ പിടിക്കാം. ചോദിക്കുന്നതേ അതിനകത്ത് വെച്ചേക്കാം. നീ എന്നെ ഒരു സ്ഥലം കാണിച്ചിട്ടേ സ്ട്രോങ് ആക്കിക്കോ. ന്യൂസ് അല്ലേ? ഓ, രണ്ടാമത്തെ മുള്ള എൻ്റെ കയ്യാ കയറി. അത് വലിഞ്ഞു കയറ്റം. ഇതിലും ഭീകരമായിരുന്നു ഞങ്ങളുടെ അതിലുള്ള വരവ്. ഈ എന്ത് വരുന്നത്? ഓ, ഇതൊന്നും പറയണ്ട, ഇതിനൊക്കെ പല ഭയങ്കര ആഞ്ഞ വിലയാ. ഇത് പത്തണ്ട. ലവ് ടു ട്രാവൽ സോൺ. ഒരു മണിക്കൂർ ഇരുന്നാലും കുഴപ്പമില്ല, പക്ഷെ സന്ധ്യയ്ക്ക് മുമ്പ് തിരിച്ചിറങ്ങണം. അയ്യോ, ഇവിടെ ഒറ്റ സ്ഥലത്ത് നല്ല തണുപ്പുണ്ട്, ഭയങ്കര റിസ്കി വഴിയാണ്. ഇത് പോഞ്ഞ പാട്ടവെള്ളം. അയ്യോ, ഇല്ലിക്കല്ലിൻ്റെ ബാക്ക് സൈഡ്. ഇത് പണ്ടേ ഞാൻ ഇല്ലേക്ക് ഒരു 3 വർഷം മുമ്പ് അന്ന് ഇവിടെ കണ്ടുപിടിച്ചിട്ടില്ല, ഇതുപോലെ കണ്ടുപിടിച്ചിട്ടില്ല. അന്ന് അവിടെ നിന്നിട്ട് ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഇങ്ങനെ ഞങ്ങളിങ്ങനെ സംസാരിച്ച് വലിയ കല്ല് പൊട്ടി വീഴാറായി, ആർക്ക് പോയില്ല.
താഴെ ചെന്ന് അവർക്ക് ഡേഞ്ചറാണ്. തൊട്ട് വീഴാറാൻ നിൽക്കുക. അപ്പം ഇതിലേ കയറാന്ന് പറഞ്ഞു. കുരിശുമല കയറുന്ന ഒരു വഴിയുണ്ട്. ഇത് ഈ വഴിയാണ്. കുരിശുമല ഉണ്ട് ഇവിടെ. കുരിശുമല കയറുന്ന ഒരു വഴിയുണ്ട്. അല്ല ഇത് ഇതിന് വേറെ ഒരു കുരിശുണ്ടല്ലോ. അപ്പോൾ ഇതാ കുരിശുമല കയറുന്ന വഴി. അപ്പോൾ കുരിശുമല കയറുന്ന വഴി കൂടെ എല്ലാം മാർച്ച് മാസവും ഈ ഈസ്റ്ററിന് വെള്ളിയാഴ്ച കയറുന്നു കുരിശുമല. അപ്പോൾ ആ വഴി കയറാൻ നല്ല സ്ഥലമാണ്, പോകാം. പക്ഷേ ഇത്തിരി പാടാം. അന്നൊക്കെ പുള്ളി അന്ന് വന്നു പറഞ്ഞു. ഇതൊന്ന് കുറേ ചരിത്രമൊക്കെ വലിയ ചരിത്രമൊക്കെ വീഴാത്തുണ്ട്, മറന്നു വെച്ചു. അന്ന് അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഇതൊക്കെ ഇങ്ങനെ വയറില്ല. ഇതൊക്കെ ടാർ ചെയ്തത് സത്യത്തിൽ നല്ലൊരു ഇതാണ്. ഇത്രയും പണത് കയറിയില്ല ഇവിടെ അല്ലേ? ഒമ്പൻ നിർമ്മാണമല്ലേ നടക്കുന്നത്. അടിവാരെല്ലാം പുകഞ്ഞു. ഒരു 3 കിലോമീറ്റർ ആഴമുണ്ടല്ലേ? 3 കിലോമീറ്റർ അല്ലല്ലോ അല്ലേ? അത് പൂർണ്ണ അപ്പോൾ ഒരു 5 കിലോമീറ്റർ 5 കിലോമീറ്റർ കിലോമീറ്ററാന്ന് തോന്നുന്നു. ബേസ് ക്യാമ്പ് വരെ നമുക്ക് സാധാരണക്കാർക്ക് ചെല്ലാവുന്നു. അവിടെ പാക്കേജ് എടുത്തപ്പോൾ ബേസ് ക്യാമ്പിൽ ചെന്ന് ഒരു ദിവസം താമസിച്ചിട്ട് പിറ്റേ ദിവസം സത്യത്തിൽ എവറസ്റ്റ് ഇത് ഇത്രയും മഞ്ഞ് പൊതഞ്ഞ് കിടക്കുന്ന ഒരു മലയാണെങ്കിൽ ഇതിനെ കഴിക്കും റിസ്ക് ആവാതെ മഞ്ഞല്ലേ. ഇതിപ്പോൾ നമ്മൾ വലിയൊരു ക്ലൈമ്പിങ് ഇപ്പോൾ സത്യത്തിൽ നടത്തിയത് കേട്ടോ. ഇത്ര നാൾ കൂടിയാണ് ഞാൻ ഇത്രയും വലിയൊരു ബേസ് ക്യാമ്പിലെത്തി സത്യത്തിൽ അല്ലേ. ഇനിയും ബേസ് ക്യാമ്പിൽ നിന്ന് പോവുക. പക്ഷേ ഈ പാറയിലൊക്കെ ഈ കയറിടണ്ടിയ അല്ലേ? ഇത് ആലോചിച്ചിട്ട് കാരണം ഉണ്ടുണ്ട്. അപ്പോൾ ഇനി പാസ് വെച്ചിട്ട് എല്ലാവരും കയറ്റത്തില്ലായിരിക്കും. പാറയിലൊക്കെ കയറുക എന്ന് പറഞ്ഞാൽ പാടാം. ഒരു കാര്യം ചെയ്യ്, പോയിട്ട് വരാമോ? എന്നാൽ പോയിട്ട് വാ. ഞാനിവിടെ ഇരിക്കാം. മനസ്സിൽ ഇച്ചിരി ഓക്കെ ആവുകയാണെന്ന് മുമ്പലത്തെ പോലെ വരാം. ഞാൻ വിട്ടു. എന്നെ നോക്കി എന്നാൽ പുള്ളി താമസിക്കും. അപ്പോൾ എനിക്ക് പോകാൻ പറ്റുമെന്ന് പുള്ളി കയറാൻ പറ്റുമോ എന്നുള്ള ഒരു വിശ്വാസമില്ല. ഇത്രയും വന്നിട്ട് ഞാനൊരു കല ഉടയ്ക്കണം. ഒരു ഷൂ ഊരിയിട്ടാ നല്ലതല്ലേ? ഈ ഷൂവിന് ഈ ഷൂ ഗ്രിപ്പില്ല, അത് പ്രശ്നമാണ്. ഇത്രയും വലിയൊരു ഇത് നമുക്കറിയത്തില്ലായിരുന്നു. വീഡിയോ എടുക്കുക, ടാഗ് ചെയ്യാം, പേരൊക്കെ പറയണം. നിങ്ങളുടെ ഒരു ലവ് ടു ട്രാവൽ സോൺ എന്നാണ് ചാനലിന്റെ പേര്. ലവ് ടു ട്രാവൽ സോൺ. ഇവിടെ ടാഗ് ഇവിടെ നമുക്കൊന്നും ചെയ്യാം, നെറ്റില്ല. അപ്പോൾ അത് നോക്കിയോ കേട്ടോ, വീഡിയോ ഇട്ടേക്കാം. പത്തണ്ട. പേരെന്തുവാ? ജസ്റ്റൻ, റോബിൻ, ഷിജോ. എവിടുത്താ? എരുമേലിക്കര. ഓക്കെ, ശരി.
ബ്ലോഗറ് കയറുന്ന കാര്യം ഇച്ചിരി പാടാ. പിടിക്കാൻ പറ്റുമോ? ഇറങ്ങി എനിക്ക് ഈ ഷൂ ഗ്രിപ്പില്ല. ഇങ്ങോട്ട് വരുമ്പോൾ ഞാനത് ഒരു കൈ പിടിക്കും. ഓക്കെ, താങ്ക് യു. കൃത്യമായ വഴിയില്ല ചേട്ടാ, കൃത്യമായ വഴിയില്ല. മൊത്തം കണ്ട ആൾക്കാർ മുഴുവൻ കയറിയിട്ട് ഇറങ്ങുക. അത്രയും ദൂരം ഈസി ആയിട്ട് വന്നു. ഇതുപോലും കിടന്നാൽ പോരായിരുന്നു. ആണോ? 2 വളവ് 2 കിലോമീറ്റർ ചെയ്തു അല്ലേ? ഓടെയൊന്നും വരത്തില്ല. ഇങ്ങനെ ഉള്ളു മഴ. ഇന്ന് വേനലല്ലേ, അറിയാൻ പറ്റത്തില്ലല്ലേ. രാത്രിയോ? രാത്രിയൊന്നൊരു സംഭവമൊന്നുമില്ല. ഇത് നിങ്ങൾ എവിടെ വരെ ചെന്ന് അങ്ങനെയല്ലോ? ഇതിനി എങ്ങോട്ടാ വഴി? കുരിശുണ്ട്. ഇവരെങ്ങനെ കുരിശല്ല കയറും? ഉണ്ടല്ലേ? കൊള്ളാം, നല്ല പ്രോത്സാഹനം. എന്റെ കൂടെ ഒരാളുണ്ടായിരുന്നു, പുള്ളി പറന്ന് കയറിപ്പോയി. പുള്ളി പോയി. കിരീരാന്ന് സൗണ്ട് കേൾക്കുമ്പോഴേ പാറക്കാലം ഇതിനെ കഴിഞ്ഞ് ഡേഞ്ചറായിരുന്നു. അവിടുന്ന് ഞങ്ങൾ ഇങ്ങോട്ട് നിങ്ങൾ ഇതുവഴിയല്ലേ വന്നേ? ഞങ്ങൾ അവിടെ വന്നിട്ട് വേറൊരു വഴി മേളിലോട്ട് ഇറക്കുന്നില്ലേ, അതിലേ വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇതിലേ വരുമോ? അയ്യോ, അത് ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. ഇവിടെ അല്ലേ? ആ, നമുക്ക് ഇതൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട് ഇതൊക്കെ ഒരു ട്രയൽ എന്ന രീതിയിൽ
നെറ്റ്വർക്കും കുഴപ്പമൊന്നുമില്ല. അവിടെ കണ്ടിരിക്കുമായിരുന്നു. ഞാൻ കുറേ നേരമായി കാരണം പറഞ്ഞു ഇവിടെ വരെ എത്തി. എത്തണ്ട. ഇങ്ങോട്ട് വന്നു അല്ലേ പോലെ. വലിയ കല്ല് കണ്ടോ? ആണോ? ഓ അത് പോളാം. അതിനെ പറ്റും നോക്കി. ഇത് റിസ്ക് ആകട്ടോ. ഇങ്ങോട്ട് മറിയും. അയ്യോ അത് അതിലും വലിയ റിസ്ക്. കുറിച്ചാല കയറുന്നോ? അത്ര മതി. എല്ലാ വർഷം കയറുന്നില്ല അവരെ. ക്യാമറ
മുരുക. വലിയ റിസ്ക്കാണ്. അതാണ് വലിയ കല്ല്. അത് പോലീസ്. വലിയ കല്ലിൽ ആൾക്കാർ നിൽക്കുന്നത്. ഇവിടെ നെറ്റ് വന്നു. ഇവിടെ വന്നപ്പോൾ നെറ്റ്വർക്ക് ഉണ്ട് അല്ലേ? ഉണ്ട് ഇല്ലല്ലേ? ജിയോ ഉണ്ടല്ലേ? പക്ഷേ ഐഡിയക്ക് ഇപ്പം മെസ്സേജൊക്കെ വരുന്നു. കേൾക്കുന്നു പറയും. റേഞ്ച് വന്ന പോലെ തോന്നി. സ്വാഭാവികം. ഇവിടെ ഇറങ്ങിയില്ലേ? അടുത്താ വേണ്ടാന്ന് വെച്ചാ ഇറങ്ങണം. ഞാൻ 2 പ്രാവശ്യം തിരിച്ചു പോകാൻ തുടങ്ങിയ പിന്നെ ഞാൻ വിചാരിച്ചെന്നപ്പോൾ ഇവിടെ വരെ വന്ന് പിന്നെയും കയറാൻ വയ്യതാ. അതിലെ പോയി കഴിഞ്ഞാൽ ഒരു ലാൻഡിംഗ് ഉണ്ട്, സ്പോട്ട് അത്യാവശ്യം വ്യൂ ഉണ്ട്. പിന്നെ മേളിൽ കയറാം. ശരിക്കും ഇവിടെ കയറിയിട്ട് വരാം. അയ്യോ, ഞാൻ സബ്മിറ്റ് ചെയ്ത്. നിങ്ങൾ വിചാരിച്ച് ഞാൻ വരത്തില്ലെന്നല്ലേ? ഞാൻ ചെറിയ ആത്മധൈര്യം വീണ്ടെടുത്ത് ഒരൊറ്റ പെടുത്തിരിക്കുന്നു. അയ്യോ, ഒരു റിസ്കിയേ. ഞാൻ തിരിച്ചിറങ്ങണേലും ബാഗ് എടുക്കണ്ടേ? അപ്പം ബാഗ് എടുക്കാൻ വേണ്ടി കയറി. അപ്പം മെയിൻ ടാസ്ക് കഴിഞ്ഞ്. അപ്പുറത്ത് പോയോ? ആണല്ലേ? അയ്യോ, ഇതാണ് യഥാർത്ഥ പീക്ക് അല്ലേ? ഇല്ലിക്കല്ലിൻ്റെ ബാക്ക് സൈഡ്. ഇല്ലിക്കല്ല്. ആൾക്കാർ നിൽക്കുന്നത്.
വരും വേണ്ട. ഓ എന്തിന് ഓ പെരുന്നാള് മെയിൻ റോഡിൽ പൊക്കത്തേക്ക് അത് അവിടെയല്ല നമ്മള് കയറി ഒന്നുമില്ല. അപ്പനെ വിളിക്കുക, ഡ്രോൺ പറപ്പിക്കാൻ ചാടിയാ മതി. വീഡിയോ എടുത്തായിരുന്നോ എനിക്ക് വരാൻ വേണ്ടി? ഒന്നോ എടുത്ത് ഇങ്ങോട്ട് കേറുന്ന വീഡിയോ എടുത്തോ? അത് പറഞ്ഞേ. ഇനി അങ്ങ് താഴെ ചെന്നിട്ട് തരാൻ പറ്റത്തുള്ളൂ, ഇവിടെ ഒന്നും നെറ്റ് ഇല്ലാത്തത്. കേട്ടോ, ബാഗ് മാത്രമല്ല, ബാഗ് കുഴപ്പമില്ല, അതേ മതി. മൊത്തത്തിൽ ഒരു സപ്പോർട്ടൊക്കെ. ഇല്ലേക്കല്ല കാണാൻ പോണത് കുട്ടിയെ പൊക്കത്തി നടക്കുക. അവിടെ ഇരിക്കുന്നത് അവിടെ ഇറങ്ങി വന്നില്ലെന്ന്. കുട്ടിയെ പഠിക്കുന്ന കുട്ടിയെ പറ്റി അയ്യോ